ഹായ് വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് PCS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ്. ഇതിൽ രണ്ട് ചാപ്റ്റർ കമ്പൈൻ ചെയ്ത ഒറ്റ വീഡിയോ ആണ്. 11th 12th യൂണിറ്റും രണ്ടും ഒരേ സബ്ജക്റ്റാണ് പറഞ്ഞു പോകുന്നത്. അപ്പം ഫസ്റ്റ് നോക്കാം യൂണിറ്റ് 11 അഡ്വാൻസ്ഡ് ടൂൾസ് യൂസിങ് വേർഡ് പ്രോസസ്സിംഗ്. ഇവിടെ MS വേർഡിൽ യൂസ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് ഒരേ കണ്ടൻറ്റ് തന്നെ പലർക്കായിട്ട് നമുക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം നമ്മുടെ എക്സൽ ഷീറ്റിൽ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു സാലറി ഇൻക്രിമെൻറ്റിൻ്റെ ഒരു ടേബിളിലേക്ക് എങ്ങനെ പ്രൊഫഷൻ, ആദ്യം നെയിം, പിന്നെ പ്രൊഫഷൻ, അയാളുടെ കറണ്ട് സാലറി, പിന്നെ സാലറി ഇൻക്രിമെൻറ്റ്, ഇങ്ങനെ 4 കോളങ്ങളുണ്ട് നമ്മുടെ അടുത്ത്. നമുക്കിതൊരു സാലറി ഇൻക്രിമെൻറ്റിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്കും അയക്കണം. അപ്പം ഓരോരുത്തർക്കായിട്ട് നമുക്കിത് സെപ്പറേറ്റ് ടൈപ്പ് ചെയ്ത് അയക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാകും. അപ്പം ഒറ്റൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക. നമ്മൾ സാലറി ഇൻക്രിമെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ്റെ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ MS വേർഡിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൽ മെർജ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള എക്സൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ടേബിൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ഡോക്യുമെൻറ്റിൽ നമുക്ക് കണ്ടൻറ്റ് ഒന്ന് തന്നെയായിരിക്കും, പക്ഷെ നമുക്ക് മാറ്റം വരുത്തേണ്ടത് ആ സ്പെസിഫൈഡ് പേഴ്സൻ്റെ പേരും പിന്നെ അയാളുടെ കറണ്ട് സാലറിയും അതുപോലെ സാലറി ഇൻക്രിമെൻറ്റും. ഈ 3 സാധനങ്ങൾ നമുക്ക് ആ ഡോക്യുമെൻറ്റിൽ ചേഞ്ച് ചെയ്യണം. ഒരേ കണ്ടൻറ്റ് തന്നെയാണ് എല്ലാവർക്കും അയക്കേണ്ടത്. ഈ പേരും സാലറിയും സാലറി ഇൻക്രിമെൻറ്റും ഇത്രയും കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് മാറ്റം വരുത്തേണ്ടത്. അപ്പം ആ സ്പെസിഫിക് ആയിട്ടുള്ള പോർഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ മെയിൽ മെർജ് നടത്തും. ഇത് പ്രാക്ടിക്കലായിട്ട് പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. തിയറി ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി മെയിൽ മെർജ് പറഞ്ഞാൽ എന്താണെന്ന്. അതിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോസ് ഉണ്ടാകും, കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാവും. അപ്പം നമ്മൾക്ക് എവിടെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ ഡോക്യുമെൻറ്റിൽ, ഇപ്പോൾ 20 ആൾക്ക് അയക്കേണ്ടതാണെങ്കിൽ ഓരോരോ ആളുടെയും സെപ്പറേറ്റ് ആ നെയിമിൻ്റെ സെക്ഷനിൽ അയാളുടെ പേര് മാറും, അയാളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാലറി, അതുപോലെ ഇൻക്രിമെൻറ്റ് സാലറി, ഈ 3 ഭാഗവും 20 കോപ്പീസ് 20 റിപ്പോർട്ടായിട്ട് മാറും. 20 റിപ്പോർട്ടായിട്ട് നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് എഡിറ്റ് ചെയ്യേണ്ട. അത് നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സൽ ഷീറ്റിലുള്ള ആ ടേബിൾ അനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത പോർഷനിൽ മാത്രം മാറ്റം വരുത്തിയിട്ട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി തരുന്നതാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. അപ്പം കോമ്പോണൻറ്റ്സ് ഓഫ് മെയിൽ മെർജ് എന്തൊക്കെയാണ്? മെയിൻ ഡോക്യുമെൻറ്റ്, നമ്മളൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കിപ്പം കോമൺ ആയിട്ട് ഡോക്യുമെൻ്റ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ സാലറി ഇൻക്രിമെൻ്റ് ആണെങ്കിൽ നമ്മളൊരു മെയിൻ ഡോക്യുമെൻ്റ് ഉണ്ടാവും. പേര്, നമ്മൾ അഡ്രസ്സ് ചെയ്യും, റെസ്പെക്റ്റഡ് അല്ലെങ്കിൽ ഡിയർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരാളെ പേര്, അയാളെ പേരുണ്ടാവും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊരു ബോഡി ഉണ്ടാവും. അതിനകത്ത് കറണ്ട് സാലറി, ഇൻക്രിമെൻറ്റ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഒരു കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഡാറ്റാ സോഴ്സ്, അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് നമുക്ക് കണ്ടെയ്ൻ ദ ഇൻഡിവിജ്വൽ റെസിപ്പിയൻ്റ് ഇൻഫർമേഷൻസ്. നമ്മളിപ്പോൾ 20 ആൾക്കാർക്ക് വേണ്ടിയുള്ള റിപ്പോർട്ട് ഉണ്ടാക്കുന്നെങ്കിൽ ആ 20 ആൾക്കാരുടെയും സോഴ്സ് നമ്മൾ എക്സൽ ഷീറ്റിൽ നമ്മൾ ഉണ്ടാക്കിയത് ഇതിലേക്ക് കൊടുക്കുന്നത്. ഫോം ലെറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ലാസ്റ്റുള്ള റിസൾട്ടാണ്. മെയിൽ മെർജ് പ്രോസസ്സിൻ്റെ ലാസ്റ്റുള്ള റിസൾട്ടാണ് ഫോം ലെറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റെപ്സ് ടു മെയിൽ മെർജ് പ്രോസസ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഡാറ്റാ സോഴ്സ്. ആദ്യം നമ്മളൊരു ഡാറ്റാ സോഴ്സ് ക്രിയേറ്റ് ചെയ്യണം. എവിടെയാണ് നമ്മൾ ഡാറ്റാ സോഴ്സ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ഓൾറെഡി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ നെയിം, അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ്, ഇമെയിൽ. എക്സാമ്പിൾ ഇതാണ്. ഞാൻ പറഞ്ഞതുപോലെ സാലറി ഇൻക്രിമെൻ്റ് ആണെങ്കിൽ നെയിം, കറണ്ട് സാലറി, അതുപോലെ സാലറി ഇൻക്രിമെൻറ്റ്, ഇങ്ങനെ 3 കോളായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതും ആകാം. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നെയിം, അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ്, ഇമെയിൽ, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഒരു ടേബിൾ നമ്മൾ എക്സലിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് മെയിൻ ഡോക്യുമെൻറ്റ്, നമ്മളൊരു ഡോക്യുമെൻറ്റ് ഉണ്ടാക്കുന്നു. എല്ലാവർക്കും അയക്കാൻ ഒരു 10 ആളുണ്ടെങ്കിൽ 10 ആൾക്ക് ഒറ്റ ഡോക്യുമെൻ്റാണ്. അതിൽ നമുക്ക് മാറ്റം വരുത്തേണ്ട ഫസ്റ്റ് നെയിം, സിറ്റിയും, സ്റ്റേറ്റും, മെയിൽ ID മാത്രമേ ചേഞ്ച് ചെയ്യേണ്ടൂ. അപ്പം ഒരു മെയിൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക. അതിനുശേഷം മെർജ് ചെയ്ത ഡാറ്റ വിത്ത് ഡോക്യുമെൻറ്റ്, ഈ ഡോക്യുമെൻറ്റ് നമ്മൾ മെയിൽ മെർജിൽ ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയാണ്. എവിടെയൊക്കെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്? നെയിം ചേഞ്ച് ചെയ്യണം. 50 ആൾക്ക് അയക്കുന്നുണ്ടെങ്കിൽ ഓരോരാളുടെ പേരും വരണം. അവരുടെ പേര്, അവരുടെ സ്റ്റേറ്റ്, സിറ്റി, സ്റ്റേറ്റ്, മെയിൽ, ഈ 3 ഏരിയാസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിന് വേണ്ടിയിട്ട് എവിടത്തേക്കാണ് നമ്മൾ പോകേണ്ടത്? MS Word, go to the Mail tab and select Start Mail Merge, Step-by-Step Mail Merge Wizard. Select the type of document you are creating, example letter.
use the current document. If letter already prepared, select recipient, use an existing list. നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ആൻഡ് ബ്രൗസ് ഓഫ് എക്സൽ ഫയൽസ് കണ്ടെയ്നിങ് ദ ഡാറ്റ സോഴ്സ്. ആഫ്റ്റർ സെലക്ടിങ് ദ ഡാറ്റ സോഴ്സ്, you can insert the field from the spreadsheet into the letter by clicking on the placeholder and select the appearance data field. Example, first name, address. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ എക്സൽ ഷീറ്റിൽ നിന്ന് നമ്മൾ നേരത്തെ ഡാറ്റ സോഴ്സ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. അതിന് ശേഷം നമുക്ക് എവിടേക്കാണ് മാറ്റം വരുത്തേണ്ടത് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഫസ്റ്റ് നെയിം, അഡ്രസ്സ്, സ്റ്റേറ്റ് എന്നിവ ആ ഡോക്യുമെൻറ്റിൽ ഓരോ ഏരിയയിൽ നമ്മൾ മാറ്റം എവിടെയാണ് വരേണ്ടത് അതിനനുസരിച്ച് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രിവ്യൂ കംപ്ലീറ്റ് മെർജ്. പ്രിവ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫൈൻ ലുക്ക് എന്ന് കാണാൻ വേണ്ടി ആഫ്റ്റർ ഇൻസേർട്ടിങ് ദ ഫീൽഡ്സ്, പ്രിവ്യൂ ദ മെർജ് letters to ensure everything looks correct. If satisfied, finish and merge. To either print a document save. ഒന്നെങ്കിൽ നമുക്കിത് പ്രിൻറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് ന്യൂ ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കാം. നമ്മൾ പ്രിവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം മെർജ് ചെയ്തിട്ടുള്ളത് പ്രിവ്യൂ ചെയ്യുക. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് ഫിനിഷ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഒന്നെങ്കിൽ അത് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പുതിയ ഫയലായിട്ട് അവിടെ സേവ് ചെയ്ത് വെക്കാം. അടുത്ത ഇക്വേഷൻ എഡിറ്റ് ആൻഡ് ട്രാക്കിംഗ് ചേഞ്ചസ് ഇൻ MS Word. ഇക്വേഷൻ ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ ഒന്ന് കാണുക. കാരണം നമുക്ക് എക്സാമിന് ചോദിച്ച് എഴുതണമെങ്കിൽ നമ്മൾ എന്താണ് ആ സംഭവം എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. തിയറി പഠിച്ച് പോയിട്ട് ഈ കാര്യങ്ങളൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. നമ്മൾ ഓൺ വേർഡ്സിൽ എഴുതണമെന്നുണ്ടെങ്കിൽ എന്താണ് മെയിൽ മർജ് എന്ന് മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുക, അതിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ കാണുക, എന്താണ് മെയിൽ മർജ്, എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഇത് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. അടുത്തത് ഇക്വേഷൻ എഡിറ്റർ ആൻഡ് ട്രാക്കിംഗ് ചേഞ്ചസ് ഇൻ MS Word. ഇക്വേഷൻ എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സലിലുള്ളത് പോലെ തന്നെ നമുക്ക് മാത്തമാറ്റിക്കലോ അല്ലെങ്കിൽ സയൻറ്റിഫിക്കൽ ഇക്വേഷൻസിൽ മാത്തമാറ്റിക്കൽ എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ അതുപോലെ അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് MS Wordലും അതിനൊരു അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് ഇക്വേഷൻ എഡിറ്റർ എന്ന് പറയുന്നത്. അത് നമുക്ക് അവരെ റിബണിൽ ഏറ്റവും റൈറ്റ് സൈഡിലാണെന്ന് തോന്നുന്നു, ഏറ്റവും സൈഡിൽ ഇക്വേഷൻ ബാർ ഉണ്ട്. അത് എങ്ങനെ പോവാം? ഗോ ടു ഇൻസേർട്ട് ആൻഡ് ക്ലിക്ക് ഇക്വേഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് അവിടെ നിന്ന് എടുക്കാം. എഡിറ്റിംഗ് ഫോമാറ്റിംഗ് ഇക്വേഷൻസ്. യു ക്യാൻ പ്ലേസ് ഇക്വേഷൻ by clicking change to inline. This ensure the equation align properly with the text. നമുക്ക് നമ്മളെ ഇക്വേഷൻ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ചേഞ്ച് ടു ഇൻലൈൻ കൊടുത്താൽ മതി. അടുത്തത് അഡ്വാൻസ് ടൂൾ ഫോർ ന്യൂ ഇക്വേഷൻ. ഇൻസേർട്ട്. നമ്മൾ ടു ക്രിയേറ്റ് എ ന്യൂ ഇക്വേഷൻ, പുതിയ ഇക്വേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബിൽട്ടിങ്ങിൽ ക്ലിക്ക് ഇൻസേർട്ട് ന്യൂ ഇക്വേഷൻ. അണ്ടർ ദ ഇൻസേർട്ട് ടാബ് പോയിട്ട് ഇൻസേർട്ട് ന്യൂ ഇക്വേഷൻ കൊടുക്കുക. ദ ഇക്വേഷൻ ടൂൾ ഡിസൈൻ ടാബ് വിൽ അപ്പിയർ. നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ള സിമ്പിളും സ്ട്രക്ചേഴ്സും കൊടുക്കുക. ഏതാ പുതിയ ഇക്വേഷൻ എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുക. അടുത്ത ഇൻസേർട്ടിംഗ് സിമ്പിൾസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഫ്രം ദ ഇക്വേഷൻ ടൂൾ ഡിസൈൻ ടാബ് യു ക്യാൻ സെലക്ട് ഫ്രം വാരിയസ് സിമ്പിൾസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ടു ദ ഫ്യൂച്ചർ കസ്റ്റമൈസ് യുവർ ഇക്വേഷൻസ്. ക്ലിക്ക് ഇക്വേഷൻ സ്ട്രക്ചർ യു നീഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ടഡ് ടു ദ ഡോക്യുമെൻറ്റ്. നമ്മൾ പുതിയ സിമ്പിൾസും സ്ട്രക്ചേഴ്സും നമുക്ക് ഇക്വേഷൻ ടാബിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സെലക്ട് ചെയ്യുക. വാരിയസ് ആവശ്യമായിട്ടുള്ള സിമ്പിൾസ് നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. സ്ട്രക്ചർ ഫോർ ദ ഫ്യൂച്ചർ കസ്റ്റമൈസ് ഇക്വേഷൻസ്. പിന്നീട് നമ്മൾ ഇക്വേഷൻ കസ്റ്റമൈസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സിമ്പിൾസും സ്ട്രക്ചേഴ്സും സെലക്ട് ചെയ്യുക. ട്രാക്കിംഗ് ചേഞ്ചസ് ഇൻ MS Word. നമ്മൾ MS Wordൽ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതിനു വേണ്ടി ചെയ്യേണ്ടത് റിവ്യൂ ടാബ് പോവുക, ട്രാക്ക് ചേഞ്ചസിൽ പോയിട്ട് ട്രാക്കിംഗ് ഗ്രൂപ്പ്. വൺസ് ആക്ടിവേറ്റഡ് ഓൾ ചേഞ്ചസ് മെയ്ഡ് ടു ദ ഡോക്യുമെൻറ്റ് വിൽ ബി മാർക്ക്ഡ്. എന്തൊക്കെ ചേഞ്ചസ് അവിടെ വരുത്തിയിട്ടുണ്ടോ അതൊക്കെ അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. യു ക്യാൻ ഓൾസോ എനേബിൾ ദ ട്രാക്ക് ചേഞ്ചസ് ഇൻഡിക്കേറ്റർ ഇൻ ദി സ്റ്റേറ്റസ് ബാർ. വ്യൂയിങ് ആൻഡ് കസ്റ്റമൈസിങ് ട്രാക്ക് ചേഞ്ചസിനുള്ളത് ഇത്രയും പാരാഗ്രാഫ് പോലെ നിങ്ങൾ എഴുതണമെന്നില്ല, ഇങ്ങനെ എഴുതിയാൽ മതിയാവും. റിവ്യൂ ബാർ പോവുക, സ്ലാഷ് ഇടുക, ആരോ മാർക്ക് ഇട്ടിട്ട് നമ്മൾ ട്രാക്ക് ചേഞ്ച് ട്രാക്കിംഗ് ഓപ്ഷൻ അങ്ങനെ കൊടുത്താലും മതിയാവും. ഇത്രയും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പാരാഗ്രാഫ് പോലെ എഴുതാൻ വേണ്ടി. അതിൻ്റെ സോഴ്സ് കാണിച്ചു കൊടുത്താൽ മതി, എങ്ങനെയാണ് നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നത്. റിവ്യൂ എന്നത് ആരോ മാർക്ക് ചേഞ്ച് ട്രാക്കിംഗ് ഓപ്ഷൻ, അതുപോലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്താൽ മതി. കാരണം നമുക്ക് കുറേ ടെക്സ്റ്റ് കൂട്ടി എഴുതണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനെക്കുറിച്ചൊരു ഓവർവ്യൂ കൊടുക്കുക. എന്താണ്
എന്തിനാണ് ട്രാക്ക് ചേഞ്ചസ് യൂസ് ചെയ്യുന്നതെന്ന് എഴുതുക. അതിനുശേഷം എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യേണ്ടത്, അങ്ങോട്ടേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് എഴുതുക. റിവ്യൂ ബാറിൽ പോവുക, ട്രാക്ക് ചേഞ്ചസ് എഴുതുക, ട്രാക്കിംഗ് ഗ്രൂപ്പ്, അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വ്യൂ ചെയ്യുന്നതിനും കസ്റ്റമൈസ് ചെയ്യുന്നതിനും എന്ത് ചെയ്യണം, റിവ്യൂ ബാറിൽ പോവുക, ട്രാക്ക് ചേഞ്ചസ് ആൻഡ് സെലക്ട് ചേഞ്ച് ട്രാക്കിംഗ് ഓപ്ഷൻ, അങ്ങനെ ആരോ മാർക്കറ്റിൽ കൊടുത്താലും മതിയോ. റിവ്യൂ ആൻഡ് ആക്സെപ്റ്റിംഗ് റിജക്ഷൻ ചേഞ്ചസ്. Review tabs change group reviewed tracked and changes. The next and previous button allows you to navigate through the changes. Review tabൽ ചേഞ്ചസ് എടുക്കുക. ഗ്രൂപ്പ് ടു റിവ്യൂ ട്രാക്ഡ് ചേഞ്ചസ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ള റിവ്യൂ ട്രാക്ക് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് ആൻഡ് പ്രീവിയസ് ബട്ടൺ അലൗസ് യു ടു നാവിഗേറ്റ് ത്രൂ ദ ചേഞ്ചസ്. നെക്സ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്നും പ്രീവിയസ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചസ് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തത് ടു ആക്സെപ്റ്റ് ചേഞ്ചസ് ക്ലിക്ക് ആക്സെപ്റ്റ് കൊടുക്കുക. റിജക്റ്റ് ആണെങ്കിൽ റിജക്റ്റ് എന്നും കൊടുക്കുക. ടേണിംഗ് ഓഫ് ട്രാക്ക് ചേഞ്ചസ് റിവ്യൂ പോവുക, ക്ലിക്ക് ട്രാക്ക് ചേഞ്ചസ്, ടേൺ ഇറ്റ് ഓഫ്. ട്രാക്കിംഗ് ഓപ്ഷൻ കസ്റ്റമൈസേഷൻ ചെയ്യേണ്ടത് റിവ്യൂ, ട്രാക്കിംഗ്, ക്ലിക്ക് ഡ്രോപ്പ് ഡൗൺ ദ ട്രാക്ക് ചേഞ്ചസ് ആൻഡ് സെലക്ട് ചേഞ്ച് ട്രാക്കിംഗ് ഓപ്ഷൻസ്. അങ്ങനെ പറഞ്ഞിങ്ങനെ കൊടുത്താൽ മതി. ഇതുപോലെ ആരോ മാർക്ക് കൊടുത്ത് റിവ്യൂ, ട്രാക്കിംഗ്, പിന്നെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ട് ട്രാക്ക് ചേഞ്ചസ്, പിന്നെ ചേഞ്ചസ് ട്രാക്കിംഗ് ഓപ്ഷൻസ്, അങ്ങനെ കൊടുത്താലും മതിയാവും. അതിൻ്റെ മാത്രം മതിയാവും. റെഫറൻസ് ആൻഡ് സൈറ്റേഷൻ ഇൻ MS Word. സൈറ്റേഷൻ ആൻഡ് റെഫറൻസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കഥ എഴുതുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും റൈറ്റിംഗ് എഴുതുന്നത്, അപ്പോൾ നമ്മൾ ചില വേർഡുകൾ നമ്മൾ ചില ബുക്കിൽ നിന്നൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്ന ചില ആൾക്കാർ, ഒരു ഓതർ പറഞ്ഞ, ചില എഴുത്തുകാർ പറഞ്ഞ ചില വേർഡുകളൊക്കെ നമ്മൾ വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തും. അപ്പം ഇത് എവിടെ നിന്ന് എടുത്തതാണ്, ഇത് ആരാണ് ഈ വേർഡിൻ്റെ ഉടമസ്ഥൻ, ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും സ്ലോഗൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഗാന്ധിജി പറഞ്ഞല്ലോ അഹിംസേനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു നമ്മൾ എഴുതി വിചാരിക്കുക നമ്മുടെ നോട്ട്സിൽ. അപ്പം ഇത് എവിടെ നിന്നാണെന്നതിൻ്റെ റെഫറൻസ് കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സൈറ്റേഷൻസ്. ലൈക്ക് നമ്മൾ പ്രോപ്പർ എന്താ പറയുക, ആ എഴുതിയിരിക്കുന്ന ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് സൈറ്റേഷൻസ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഓതറിൻ്റെ പേര്, ഇതാരുടെ വാക്കാന്നുള്ളത് ഓതറിൻ്റെ പേര് കൊടുക്കുക, അയാളുടെ ബുക്ക് ഏതാണെന്ന് കൊടുക്കുക, അയാൾ ഏത് വർഷമാണത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. അങ്ങനെയാകുമ്പം നമ്മളിപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാളത് വായിക്കുമ്പം അവർക്ക് പെട്ടെന്നത് മനസ്സിലാവും ഈ വാക്ക് എവിടെ നിന്നുള്ളതാണ്, ആരാണിതിൻ്റെ ഓതർ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഒരു ബുക്കൊക്കെ എഴുതുമ്പം നമ്മൾ റെഫറൻസ്, വേറെ ഏതെങ്കിലും ബുക്കിൽ നിന്ന് റെഫറൻസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ മെൻഷൻ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നതാണ് സൈറ്റേഷൻസ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ റെഫർ ചെയ്യുക. ഇനിയിവിടെ ഫുഡ് നോട്ട്സ് ആൻഡ് എൻഡ് നോട്ട്സ്. പ്ലേസ് കഴ്സർ വേർ യു വാണ്ട് ടു ഫുഡ് നോട്ട് ഓർ എൻഡ് നോട്ട്സ് നമ്പർ ടു അപ്പിയർ. ഇതാണ് നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ, ഇൻസേർട്ട് ഫുഡ് നോട്ട് ആൻഡ് ആഡ് ഫുഡ് നോട്ട് ഓർ ഇൻസേർട്ട് എൻഡ് നോട്ട്സ് ടു ആഡ് എൻഡ് നോട്ട്സ്. ഇൻസേർട്ട് പോവുക, നമ്മൾ റെഫറൻസ് ടാബിൽ ഗോ ടു ദ റെഫറൻസ് ടാബ് ആൻഡ് ഫുഡ് നോട്ട്സ് ഗ്രൂപ്പിൽ ക്ലിക്ക് ഇൻസേർട്ട് ഫുഡ് നോട്ട് ആൻഡ് ആഡ് ഫുഡ് നോട്ട്. റിവ്യൂ ഫുഡ് നോട്ട്സ് എങ്ങനെയാണ്, റെഫറൻസ് പോവുക, ഫുഡ് നോട്ട്സ് ഗ്രൂപ്പ്സ്, ക്ലിക്ക് ഡ്രോപ്പ് ഡൗൺ നെക്സ്റ്റ് ഫുഡ് നോട്ട് ബട്ടൺ. ഡിലീറ്റിംഗ് ഫുഡ് നോട്ട് എന്താണ്, സെലക്ട് ഫുഡ് നോട്ട് ഓർ എൻഡ് നോട്ട് നമ്പർ വിത്തിൻ ദ ഡോക്യുമെൻറ്റ് ടെക്സ്റ്റ്, പ്രസ് ഡിലീറ്റ് കീ. അടുത്ത ഇൻഡെക്സ് നമ്മൾ ഇൻഡെക്സ് കൊണ്ടുവരാൻ വേണ്ടി സെലക്ട് ദ വേർഡ് ഓർ ഫ്രേസ് യു വാണ്ട് ടു മേക്ക് മാർക്ക് ഫോർ ദ ഇൻഡെക്സ്. ഗോ ടു ദ റെഫറൻസ് ടേബ്, ക്ലിക്ക് മാർക്ക് എൻട്രി ബട്ടൺ ഇൻ ദ ഇൻഡെക്സ് ഗ്രൂപ്പ്. റെഫറൻസ് പോവുക, മാർക്ക് എൻട്രി പോവുക, ഇൻഡെക്സ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇൻ ദ മാർക്ക് ഇൻഡെക്സ് എൻട്രി ഡയലോഗ് ബോക്സ്, ക്ലിക്ക് മാർക്ക് ടു മാർക്ക് ദ സെലക്റ്റഡ് occurrences. ക്ലിക്ക് മാർക്ക് ഓൾ ടു മാർക്ക് occurrence ഇൻ ദ ഡോക്യുമെൻറ്റ്. ഇവിടെ എന്ത് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. റെഫറൻസ് പോവുക, മാർക്ക് എൻട്രി പോവുക, മാർക്ക് ഇൻഡെക്സ് എൻട്രി പോവുക, ക്ലിക്ക് മാർക്ക് അല്ലെങ്കിൽ മാർക്ക് ഓൾ. ഇങ്ങനെ ആരോ മാർക്കിട്ട് കൊടുത്താൽ മതി. ഇത്രയൊന്നും എഴുതേണ്ട, ഇതിൻ്റെ ഇടയിൽ വരുന്ന സാധനങ്ങളൊന്നും എഴുതണ്ട. എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ക്ലോസ് ടു എക്സിറ്റ് ദ ഡയലോഗ്. ക്രിയേറ്റിംഗ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ റെഫറൻസ് ഇൻഡെക്സ്, ഇൻസേർട്ട് ഇൻഡെക്സ്. അപ്ഡേറ്റിംഗ് ഇൻഡെക്സ് ആണെങ്കിൽ റെഫറൻസ് ഇൻഡെക്സ്, അപ്ഡേറ്റ് ഇൻഡെക്സ്. ടേബിൾ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എക്സാമ്പിൾ ഇതാണ് ടേബിൾ കണ്ടൻറ്റ്.
അതായത് ഉള്ളടക്കം, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാകുന്ന ഉള്ളടക്കം, എനിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടത്തേക്ക് അത് പോകും. എവിടെയാണോ അതിൻ്റെ മെയിൻ ഹെഡിങ്, സബ് ഹെഡിങ്, ആ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡോക്യുമെൻറ്റിൽ എല്ലാം എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഉള്ളടക്കം പോലെ ഓട്ടോമാറ്റിക്കലി ഇത് ക്രിയേറ്റ് ആവും നമ്മൾ ടേബിൾ കണ്ടൻറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം ടേബിൾ കണ്ടൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ടേബിൾ കണ്ടൻറ്റിൽ നിന്ന് റെഫറൻസിൽ പോയിട്ട് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. ആരോ മാർക്ക് റെഫറൻസ്, ടേബിൾ ഓഫ് കണ്ടൻറ്റ്. അതിൽ നമുക്ക് പല ടൈപ്പ് ടേബിൾ കണ്ടൻറ്റ് ഉണ്ട്. അത് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അതെങ്ങനെയാണ് ആദ്യം ടേബിൾ കണ്ടൻറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു പാരാഗ്രാഫ് എഴുതുക. അതിനുശേഷം ഇങ്ങനെ കൊടുത്ത റെഫറൻസ്, ടേബിൾ ഓഫ് കണ്ടൻറ്റ്. അപ്ഡേറ്റ് ചെയ്യുന്ന ടേബിൾ കണ്ടൻറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത ടേബിൾ ഓഫ് കണ്ടൻറ്റ്, പ്രസ് F9. ചോദിക്കാൻ സാധ്യതയില്ല. റിമൂവ് ടേബിൾ കണ്ടൻറ്റ് ആണ് റെഫറൻസ്, ടേബിൾ കണ്ടൻറ്റ്സ്, റിമൂവ് ടേബിൾ കണ്ടൻറ്റ്. അടുത്ത ബുക്ക് മാർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്രിയേറ്റിംഗ് ബുക്ക് മാർക്സ്, ഇൻസേർട്ട് ലിങ്ക് ബുക്ക് മാർക്സ്. അടുത്തത് ലൊക്കേഷൻ ആൻഡ് എക്സിസ്റ്റിംഗ് ബുക്ക് മാർക്സ് ആണ് ഇൻസേർട്ട് ലിങ്ക് ബുക്ക് മാർക്ക്. ക്രോസ് റെഫറൻസസ്, ക്രിയേറ്റിംഗ് ക്രോസ് റെഫറൻസസ്. എ ക്രോസ് റെഫറൻസ് ഡയറക്റ്റ് റീഡേഴ്സ് ഫ്രം ദ one point in a document to another. Example, specific heading, figure or footnote. നമ്മൾക്ക് റീഡേഴ്സിന് എന്തെങ്കിലും ഒരു എന്താണ് ക്രോസ് റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഡോക്യുമെൻറ്റിലേക്ക് പോവുകയോ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്രോസ് റെഫറൻസ്. അത് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് ലിങ്ക് ക്രോസ് റെഫറൻസസ്. ഇൻ ദ ക്രോസ് റെഫറൻസ് ടൈപ്പ് സെലക്ട് ടൈപ്പ്, എക്സാമ്പിൾ ഹെഡിങ്, ഫിഗർ, ഫുട്നോട്ട്, ഏതാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. Citation, add citation, document word allows you create a citation based on source you manage. Citation നേരത്തെ പറഞ്ഞു തോന്നുന്നു. അതിന് പോകേണ്ട റെഫറൻസ് പോവുക, ക്ലിക്ക് ഇൻസേർട്ട് സൈറ്റേഷൻ കൊടുക്കുക, ന്യൂ സോഴ്സ്, അത് നമ്മൾ ബുക്ക് ആണെങ്കിൽ ബുക്ക് എന്ന് കൊടുക്കുക, അതിൻ്റെ ആർട്ടിക്കിൾ ആണെങ്കിൽ ആർട്ടിക്കിൾ കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ഓതർ ആരാണ്, ടൈറ്റിൽ എന്താണ്, ഏത് ഇയറിലാണ് അത് പബ്ലിഷ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. നമ്മൾ ഏത് ഡയലോഗാണ്, ഇപ്പം നമ്മൾ ഏതെങ്കിലും അത് റെഫർ ചെയ്യാൻ വേണ്ടിയാണ്, വായിക്കുന്നവർക്ക് ഇത് എവിടെ നിന്ന് എടുത്തു, ഇത് ആരുടെ ഡയലോഗാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എഴുതിയിരിക്കുന്ന സാധനം സെലക്ട് ചെയ്യുക. അതിനുശേഷം റെഫറൻസ് പോയിട്ട് ഇൻസേർട്ട് സൈറ്റേഷനിൽ പോവുക, ന്യൂ സോഴ്സ് എടുക്കുക, ടൈപ്പ് ഓഫ് സോഴ്സ് ബുക്കാണോ ആർട്ടിക്കിളാണോ ജേണലാണോ നോക്കും. ബുക്കാണെങ്കിൽ ബുക്ക് എന്ന് കൊടുക്കുക. അതിനുശേഷം ഓതർ, ടൈറ്റിൽ, ഇയർ, അയാൾ ഓതർ ആരാണ്, ബുക്കിൻ്റെ ടൈറ്റിൽ എന്താണ്, ഏത് വർഷമാണത് പബ്ലിഷ് ചെയ്ത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പം നമ്മൾ വായിച്ചു പോകുന്നവർക്ക് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഇത്രയും കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇത് ആരുടെയാണ്, ബുക്ക് ആരെയാണ്, എപ്പോഴാണ് ഇറക്കിയതൊക്കെ അറിയാൻ പറ്റും. പ്ലേസ് ഹോൾഡേഴ്സ് used to when you want to add a citation but you don't have all the information yet. പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്യുന്ന നമുക്ക് സൈറ്റേഷൻസ് ആഡ് ചെയ്യണം, പക്ഷെ നമുക്ക് മറ്റുള്ള എല്ലാ ഇൻഫർമേഷൻസും ആഡ്, ചിലപ്പം ഓതറിൻ്റെ ബുക്കിൻ്റെ പേരോ ഇയറോ ഒന്നും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേസ് ഹോൾഡേഴ്സ് മാത്രം മതിയും. ആഡിങ് പ്ലേസ് ഹോൾഡേഴ്സ് നമ്മൾ ചെയ്യേണ്ടത് റെഫറൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റെഫറൻസ് പോവുക, ഇൻസേർട്ട് സൈറ്റേഷൻ ആൻഡ് ക്ലിക്ക് ആഡ് ന്യൂ പ്ലേസ് ഹോൾഡേഴ്സ്, അവിടെ നമ്മൾ കൊടുത്താൽ മതി. അടുത്ത ബിബ്ലിയോഗ്രാഫി എന്നാണ് വിശ്വസിക്കുന്നതിൻ്റെ പ്രൊണൗൺസിയേഷൻ. എ ബിബ്ലിയോഗ്രാഫി ലിസ്റ്റ് ഓൾ ദ സോഴ്സ് സൈറ്റഡ് ഇൻ യുവർ ഡോക്യുമെൻറ്റ്. എന്തൊക്കെ നമ്മൾ സൈറ്റേഷൻ ചെയ്തിരിക്കുന്ന എല്ലാ സോഴ്സസും ലിസ്റ്റ് ചെയ്യുന്നതാണ് ബിബ്ലിയോഗ്രാഫി. വേർഡ് ക്യാൻ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് വൺ ഫോർ യു. ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ജനറേറ്റ് ചെയ്തിരും. ക്രിയേറ്റിംഗ് ബൈബിളിയോഗ്രാഫി റെഫറൻസ്, ക്ലിക്ക് ബിബ്ലിയോഗ്രാഫി in the citations bibliography group. Choose bibliography or work cited, includes all sources or selected insert bibliography to list only you cited sources. അങ്ങനെയാണ് ഇതിൻ്റെ നാവിഗേറ്റ് ചെയ്യുന്നത്. റെഫറൻസിൽ പോവുക, ബിബ്ലിയോഗ്രാഫി സെലക്ട് ചെയ്യുക, സൈറ്റേഷൻസ് ആൻഡ് ബിബ്ലിയോഗ്രാഫി ഗ്രൂപ്പ്, ഇങ്ങനെയാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ 11th ചാപ്റ്ററിനകത്തുള്ളത്. അടുത്ത 12th ചാപ്റ്റർ ക്രിയേറ്റിംഗ് ബിസിനസ് ഡോക്യുമെൻറ്റ്. നമ്മൾ MS വേർഡ് വെച്ചുകൊണ്ട് നമ്മൾ ബിസിനസ്സിന് വേണ്ടി റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പലതരത്തിലുള്ള റിപ്പോർട്ട്സ് നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് ആവശ്യങ്ങൾക്ക് നമ്മൾ MS വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം
നമ്മളതിൽ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മളങ്ങനെ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പർപ്പസ് ഓഫ് ദ റിപ്പോർട്ട് നമുക്ക് ആദ്യം ഒരു ക്ലിയർ എന്താണ് പർപ്പസ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നുള്ളതിനുള്ള ഒരു പർപ്പസ്, അതിൻ്റെ ലക്ഷ്യബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ഓഡിയൻസ് ഓഫ് ദ റിപ്പോർട്ട്, നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, ആരാണിത് വായിക്കാൻ പോകുന്നത് എന്നതിലുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. നോളജ് ഓഫ് ദ ടോപ്പിക്, ഏത് കണ്ടൻറ്റാണ് നമ്മൾ റിപ്പോർട്ട് ആക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എന്താണ് നമ്മുടെ ടോപ്പിക് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടാവണം, ടൈറ്റിൽ പേജ് ഉണ്ടാവണം, എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ടാവണം, ടേബിൾ കണ്ടൻറ്റ്സ് ഉണ്ടാവണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, ബോഡി ഓഫ് റിപ്പോർട്ട് ഉണ്ടാവണം, ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കണം, റെക്കമെൻഡേഷൻസ് കൊടുക്കണം, അപ്പൻഡൈസസ് ഉണ്ടായിരിക്കണം, ബിബ്ലിയോഗ്രാഫി ഓർ റെഫറൻസസ് ഇതിലേതെങ്കിലും ഒന്നുണ്ടായിരിക്കണം. അതുപോലെ റൈറ്റ്, എഡിറ്റ്, പ്രൂഫ്, ഹെഡ് ആൻഡ് ഫിനിഷ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത യൂസിങ് MS വേർഡ് ഫോർ ദ റിപ്പോർട്ട് റൈറ്റിങ്ങിന് MS വേർഡ് യൂസ് ചെയ്യുന്നതിനൊക്കെയാണ്. കവർ പേജ് നമുക്ക് ആവശ്യമുള്ള കവർ പേജിൻ്റെ ടെംപ്ലേറ്റ്സ് നമുക്ക് MS വേർഡിൽ കയറുമ്പോൾ തന്നെ കിട്ടും. അതിന് പോകേണ്ട ഇൻസേർട്ട് പേജ്, കവർ പേജ് എടുത്താൽ മതി. അതിനാവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റ്സ് അവിടെ നിന്ന് കിട്ടും. അടുത്ത ടേബിൾ കണ്ടൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ടേബിൾ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളടക്കം പോലെയാണ്. നമ്മൾ എഴുതിയ ഡോക്യുമെൻറ്റ്സിൽ എന്തൊക്കെയുണ്ട്, ഹെഡിങ്, അത് ഏത് പേജിലാണുള്ളത്, കാര്യങ്ങൾ പോലെ ഒരു ഉള്ളടക്കം നൽകുന്നതാണ്. അതിനുവേണ്ടി റെഫറൻസ് പോവുക, ടേബിൾ കണ്ടൻറ്റ് കൊടുത്താൽ മതി, എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ്, ഇതാണ് ഹെഡേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ. ഈ 13 നമ്പർ കൊടുത്തിട്ടില്ലേ, ഇതാണ് ഹെഡറിൻ്റെ ഒരു എക്സാമ്പിൾ. ഹെഡർ ആൻഡ് ഫൂട്ടർ പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ത്രൂ ഔട്ട് യുവർ റിപ്പോർട്ട്. നമുക്ക് എന്താണ് അവിടെ ആവശ്യമുള്ളത് കൊടുക്കാം. ഞാനിവിടെ നമ്പറാണ് സെലക്ട് ചെയ്തത്, പേജ് നമ്പറാണ് ഹെഡറായിട്ട് സെലക്ട് ചെയ്തപ്പം പേജ് നമ്പറിന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ദ ഹെഡർ ഇൻക്ലൂഡ് ടൈറ്റിൽ ഓഫ് ദ റിപ്പോർട്ട്, സെക്ഷൻ ടൈറ്റിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ദ ഫൂട്ടർ ഇൻക്ലൂഡ് പേജ് നമ്പർ, ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ, പോസിബിലി ഡോക്യുമെൻറ്റ്സ്, ടൈറ്റിൽ, ഓതർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫൂട്ടറിൽ കൊടുക്കാം. പബ്ലിക്കേഷൻ കൊടുക്കാം, പേജ് നമ്പർ കൊടുക്കാം, ഡോക്യുമെൻറ്റ്സ് ടൈറ്റിൽ കൊടുക്കാം, ഓതറിനെ കൊടുക്കാം. ഹെഡറിൽ വേണമെങ്കിൽ നമുക്ക് റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ കൊടുക്കാം, അങ്ങനെയൊക്കെ കൊടുക്കാം. ഇത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻസേർട്ട്, പേജ് നമ്പർ, ഞാൻ ചൂസ് യുവർ പ്രിഫറൻസ് ഫോമാറ്റ്. ഫോണ്ട് ആൻഡ് പാരഗ്രാഫ് ഫോമാറ്റിംഗ്, നമ്മൾ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ ഫോണ്ടും പാരഗ്രാഫ് ഫോമാറ്റിങ്ങും ചെയ്യുന്നതിന് വേണ്ടി ഹോമിൽ പാരഗ്രാഫ് പോയിട്ട് അതിൻ്റെ സെറ്റിങ്സ് മാറ്റി കൊടുത്താൽ മതിയാവും, അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് കൊടുത്താൽ മതിയാവും. പേജ് ബ്രേക്സ്, ഓരോ പേജും ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇൻസേർട്ട്, പേജ് ബ്രേക്ക്, ഇല്ലെങ്കിൽ ഷോർട്ട് കട്ടായിട്ടുള്ള കൺട്രോൾ+Enter അടിച്ചാൽ മതി. ഈ പേജ് ബ്രേക്ക് നമ്മളെ കണ്ടൻറ്റ് ഫ്ലോക്ക് ഉറപ്പ് വരുന്നത്. ഇവിടെ പേജ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് പേജ് ബ്രേക്കിംഗ്, ഓരോ പേജും തമ്മിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് പേജ് ബ്രേക്കിംഗ്. അടുത്തത് സ്റ്റൈല്, യൂസിങ് വേർഡ് സ്റ്റൈല്, നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ഏത് സ്റ്റൈലിൽ വേണമെന്നുള്ളത് ഹോമിൽ സ്റ്റൈൽ എടുത്താൽ മതി. സ്റ്റൈലിൽ പോയിട്ട് ആവശ്യമായിട്ടുള്ള ഫോണ്ടിന് ആവശ്യമായിട്ടുള്ള നമ്മൾ ടെക്സ്റ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. അടുത്ത ക്യാപ്ഷൻ, ഫിഗർ ആൻഡ് ടൈപ്പിൾസ്. ക്യാപ്ഷൻസ് എനേബിൾ ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് പോവുക, ക്യാപ്ഷൻ കൊടുക്കാം. ക്വിക്ക് പാർട്സ് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് ടെക്സ്റ്റ്, ക്വിക്ക് പാർട്സ് കൊടുത്താൽ മതി. സേവ് സെലക്ഷൻ ടു ക്വിക്ക് പാർട്സ് ഗാലറി. ക്വിക്ക് പാർട്സ് യൂസ് ചെയ്യുന്ന ഫോർ റിപ്പീറ്റേറ്റീവ് കണ്ടൻറ്റ്, യൂസ് ക്വിക്ക് പാർട്സ് ടു സേവ് ടൈം. റിപ്പീറ്റേറ്റീവ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് അതിൽ നിന്നും ടൈം സേവ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്വിക്ക് പാർട്സ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ എ സ്റ്റാൻഡേർഡ് ഇൻട്രൊഡക്ഷൻ ഓർ ലീഗൽ ഡിസ്ക്ലൈമർ യു ഇൻക്ലൂഡ് ഇൻ യുവർ റിപ്പോർട്ട്. നമ്മൾ അവിടെ നമ്മൾ എഴുതുന്ന റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്ലൈമറോ ഉണ്ടെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് വരുമ്പം അത് നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. റിപ്പീറ്റേറ്റീവ് കണ്ടൻറ്റ് നമുക്ക് മാറ്റാൻ വേണ്ടിയാണ് ക്വിക്ക് പാർട്സ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് ഇൻസേർട്ട് ടെക്സ്റ്റ്, ഇൻസേർട്ട് ഇപ്പോൾ ടെക്സ്റ്റ് എടുക്കുക, ക്വിക്ക് പാർട്സ് എടുക്കുക, ആൻഡ് സെലക്ട് സേവ്. പേജ് ബോർഡർ, പേജിന് ബോർഡേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ, പേജ് ബോർഡർ. റെഫറൻസ് ആൻഡ് കൊളാബറേഷൻസ്, വേർഡ് സപ്പോർട്ട് കൊളാബറേഷൻ റെഫറൻസ് മാനേജ്മെൻറ്റ്. ക്രിയേറ്റ് ആൻ ഇൻഡെക്സ് ബിബ്ലിയോഗ്രാഫി ബൈ യൂസിങ് ദ റെഫറൻസ് ടേബ് ആൻഡ് മാനേജ് സിറ്റുവേഷൻസ്. നമ്മൾ വേർഡ് കൊളാബറേഷൻസും റെഫറൻസസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനാവശ്യമായിട്ടുള്ള നമുക്ക് റെഫറൻസ് ടേബിൽ പോയിട്ട് ആവശ്യമായിട്ടുള്ള ടാബ് ടു മാനേജ് സിറ്റുവേഷൻസ് എടുത്തിട്ട് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുക.
By using these tools effective, you can create well structured and professional business reports. ഇത്രയും ടൂൾസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ബിസിനസ് റിപ്പോർട്ട് നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഫൈനലൈസിങ് ദ റിപ്പോർട്ട്. ഫൈനലൈസ് ദ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ റിപ്പോർട്ട് മറ്റൊരാൾ കൈകടത്തുന്നതിനോ അനാവശ്യമായിട്ട് അത് ആക്സസ് ചെയ്യുന്നതിനോ വേണ്ടി ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ചില പ്രിക്വേഷൻസ് എടുക്കാൻ പറ്റും. ഫസ്റ്റ് സിഗ്നേച്ചർ, നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ എഴുതിയ റിപ്പോർട്ടാണെന്ന് വായിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുക്കുന്നതിന് ഇൻസേർട്ട് പോവുക, സിഗ്നേച്ചർ ലൈനിൽ പോയിട്ട് നമ്മൾ സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്യാം. ഇത് ഡീറ്റെയിൽഡ് എഴുതണ്ട, ഇതിനെക്കുറിച്ച് എഴുതിയാൽ മതി. എന്തിനാണ് സിഗ്നേച്ചർ എന്ന് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. റിപ്പോർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യുമ്പോൾ സിഗ്നേച്ചർ, അതിൽ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ സ്റ്റെപ്സ്, ഇൻസേർട്ട്, സിഗ്നേച്ചർ ലൈന് അങ്ങനെ കൊടുത്താൽ മതിയാവും. വാട്ടർമാർക്സ് ആർ വിഷ്വൽ ക്യൂ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ വിഷ്വൽ ക്യൂസ് ആണ്. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡോക്യുമെൻറ്റിൻ്റെ സ്റ്റേറ്റസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണം. എന്താണ് സച്ചാസ് ഈ ഡോക്യുമെൻറ്റ് കോൺഫിഡൻഷ്യൽ ആണോ, ഡു നോട്ട് കോപ്പി ആണോ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വാട്ടർമാർക്സ് യൂസ് ചെയ്യുന്നത്. ഇതെന്ത് പ്രിവെൻറ്റ് ചെയ്യും? അൺഓതറൈസ്ഡ് ആക്സസും ഡിസ്ട്രിബ്യൂഷൻസും. അനാവശ്യമായിട്ടുള്ള ആക്സസും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മുടെ റിപ്പോർട്ട് അനാവശ്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് വാട്ടർമാർക്ക് യൂസ് ചെയ്യുന്നത്. ഈ വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് പേജ് ലേഔട്ട് പോയിട്ട് വാട്ടർമാർക്ക് കൊടുക്കാം. ചൂസ് ഓർ കസ്റ്റമൈസ് വാട്ടർമാർക്ക്, ആവശ്യമായിട്ടുള്ള വാട്ടർമാർക്ക് നൽകുക. എക്സാമ്പിൾ ടെക്സ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ പിക്ചർ കൊടുക്കാം. അപ്ലൈ ടു ഓൾ പേജസ് എക്സെപ്റ്റ് ടൈറ്റിൽ പേജ് ഒഴികെ ബാക്കി എല്ലാ പേജിലും ഈ വാട്ടർമാർക്ക് നൽകുക. അടുത്ത മേക്കിംഗ് ദ ഡോക്യുമെൻറ്റ് റീഡ് ഓൺലി ആൻഡ് പാസ്വേഡ് പ്രൊട്ടക്റ്റീവ്. റീഡ് ഓൺലി മോഡാക്കാൻ വേണ്ടി ഇത് വായിക്കുന്നവർക്ക് ഈ ടെക്സ്റ്റ്, ഈ ഡോക്യുമെൻ്റ് എഡിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് റീഡ് ഓൺലി മോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ട ഫയലിൽ പോവുക, ഇൻഫോയിൽ പോവുക, പ്രൊട്ടക്റ്റ് ഡോക്യുമെൻറ്റ് കൊടുക്കുക. അതിൽ മാർക്ക് ആസ് ഫൈനൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റീഡ് ഓൺലി മോഡാണ്, മറ്റാർക്കും ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പാസ്വേഡ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഫയൽ, ഇൻഫോ, പ്രൊട്ടക്റ്റ് ഡോക്യുമെൻറ്റ്, എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ്, അതിൻ്റെ ആവശ്യമായിട്ടുള്ള പാസ്വേഡ് അതിന് കൊടുക്കുക. റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് ആണെങ്കിൽ യൂസ് ദ റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ടു ലിമിറ്റ് എഡിറ്റ്സ് ടു ദ സ്പെസിഫിക് സെക്ഷൻസ് ഓർ ടൈപ്സ് ഓഫ് ചേഞ്ചസ് പ്രൊട്ടക്റ്റിംഗ് ദ ഡോക്യുമെൻറ്റ്സ് ഇൻറ്റഗ്രിറ്റി. റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് ആണെങ്കിൽ ചില ഏരിയകളിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്ഥലത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ വരുമ്പം ഇത് എന്ത് ചെയ്യുന്നു? ഫീച്ചേഴ്സ് ലിമിറ്റ് എഡിറ്റ് ടു ദ സ്പെസിഫിക് സെക്ഷൻസ് ഓർ ടൈപ്പ് ഓഫ് ചേഞ്ചസും. ചില സ്പെസിഫിക് ഏരിയകളിൽ നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിനും അതിൽ മാറ്റം വരുന്നതിനും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്. എഡിറ്റിംഗ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഇൻറ്റിഗ്രിറ്റി ഉറപ്പ് വരുത്തുന്നു. അടുത്ത പ്രിൻറ്റ് ടു PDF. നമുക്ക് PDF ആയിട്ട് ഇത് പ്രിൻറ്റ് ചെയ്തെടുക്കാം. കൺവേർട്ടിംഗ് ഡോക്യുമെൻറ്റ് ടു PDF ക്യാൻ ഓൾസോ ഹെൽപ്പ് പ്രിസർവ് ഫോർമാറ്റിംഗ്. നമ്മൾ ഈ ഡോക്യുമെൻറ്റിനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം. PDFs can be encrypted or password protected for future security. PDF നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ പാസ്വേഡ് പ്രൊട്ടക്ഷനും ഇത് നൽകാൻ പറ്റും. സാമ്പിൾ ബിസിനസ് ലെറ്റേഴ്സ്, ഇതിൻ്റെ ടെംപ്ലേറ്റ്സൊക്കെ നമ്മുടെ MS വേർഡിലുണ്ട്. അപ്പം എന്തൊക്കെയാണ് ലെറ്റേഴ്സ് നമുക്ക് നോക്കാം. കമ്പനി ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ കമ്പനി ലെറ്ററിൽ എന്തൊക്കെ വേണം? ഇൻട്രൊഡക്ഷൻ ഓഫ് യുവർ കമ്പനി, ക്ലിയർ പർപ്പസ് ഓഫ് ദ ലെറ്റർ, എന്തിനാണ് ഈ ലെറ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇൻട്രൊഡക്ഷൻ പ്രൊഡക്റ്റ് ഓർ സർവീസ് ആണെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. അതുപോലെ കോൾ ആക്ഷൻസ്, എക്സാമ്പിൾ സെറ്റിംഗ് അപ്പ് മീറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ എന്താണ് കമ്പനി ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷനിൽ ഉണ്ടായിരിക്കണം. ഇനി ലെറ്റർ ഫോർ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തിനാണ് ഈ ഓർഗനൈസേഷൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് വ്യക്തമാക്കുന്ന ഡോക്യുമെൻ്റാണ് ഈ ലെറ്റർ ഫോർ ഇൻറ്റൻറ്റ്. ഇതിലുണ്ടാകുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണ് ഉണ്ടാവുക? ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻറ്റ്, ഡീറ്റെയിൽ ടേംസ് ഓഫ് കണ്ടീഷൻസ്, ഡിസ്ക്ലെയിമർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് an official offer but a precursor to formal agreement. വായിക്കാൻ കിട്ടുന്നില്ല. പ്രീകേഴ്സർ എന്നാണോ, പ്രീകേഴ്സർ ടു എ ഫോർമൽ അഗ്രിമെൻറ്റ്. ഇത്രയും കീ എലമെൻറ്റ്സ് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ഉണ്ടായിരിക്കണം. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ അറിയില്ല. നമുക്ക് ലാസ്റ്റ് പാഠങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ടേം ആൻഡ് പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, പ്രീവിയസ് ഇയറും. അപ്പോൾ മനസ്സിലാവും ഏതൊക്കെ ക്വസ്റ്റ്യൻ എവിടെ നിന്നൊക്കെ. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയിരുന്നു. പക്ഷേ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ 1 or 2 ക്വസ്റ്റ്യൻ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ചില
ഇയറിലൊക്കെ ഒരു ഇയറിൽ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2024 ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്. MS വേർഡ് അല്ലെങ്കിൽ MS എക്സൽ, ഇനി വരാൻ പോകുന്ന MS എക്സലിനെ കുറിച്ചുള്ള പാഠങ്ങളുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. പിന്നീടുള്ള 2023 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം വളരെ ചുരുങ്ങിയ ക്വസ്റ്റ്യൻസിൽ വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ എന്തായാലും പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. മെയിൽ മെർജിങ്ങിനെ കുറിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. 2024 ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് തോന്നുന്നു. അടുത്ത മെമ്മോ, ഇതൊന്നും ഉണ്ടായിട്ടില്ല, ഇതിനെക്കുറിച്ചൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, എന്നാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മെമ്മോ നമ്മളൊരു എന്താണ് കമ്മ്യൂണിക്കേഷൻ കൺവേ ചെയ്യാൻ വേണ്ടി മെമ്മോ യൂസ് ചെയ്തൊരു അനൗൺസ്മെൻറ്റ് പോലെയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അഡ്രസ്സ്, സെൻറ്റർ, ഡേറ്റ്, സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ഇൻട്രൊഡക്ഷണറി പാരഗ്രാഫ് വിത്ത് ക്ലിയർ പർപ്പസ് ഉണ്ടായിരിക്കണം. ബോഡി ബ്രോക്കൺ ഇൻറ്റു സെക്ഷൻ വിത്ത് ഹെഡിങ്സ് ഉണ്ടായിരിക്കണം. ഇഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു others individual include CC line. Creating a detailed project DPR. A detailed project DPR is a critical document used to plan to secure approval and provide blueprint for the project implementation. DPR യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ക്രിട്ടിക്കൽ ഡോക്യുമെൻ്റ്. എന്തിനൊക്കെയാണ്? പ്ലാൻ സെക്യൂർ ചെയ്യുന്നതിനും പ്ലാൻ സെക്യൂർ അപ്രൂവലിന് വേണ്ടിയും, അതുപോലെ പ്രൊവൈഡ് ബ്ലൂ പ്രിൻറ്റ് ഫോർ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷന് ബ്ലൂ പ്രിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് DPR യൂസ് ചെയ്യുന്നത്. അപ്പം ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രൊജക്റ്റ് ഏരിയ, അതിന് വേണ്ട കാര്യങ്ങൾ, സെക്ഷൻ ഓഫ് ദാറ്റ് പ്രൊവൈഡ് ഓൾ റെലവൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ജിയോഗ്രാഫിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രൊജക്റ്റ് ഉണ്ടായിരിക്കണം. യൂട്ടിലിറ്റി നെയിം, ഡിസ്ട്രിക്റ്റ്, ടൗൺ, പോപ്പുലേഷൻ, ബൗണ്ടറീസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പ്രൊജക്റ്റ് കോസ്റ്റ് ഡീറ്റെയിൽസ്, DPR സ്ട്രക്ചർ, MS വേർഡ് ഫോർമാറ്റിംഗ് ഫോർ DPR എന്തൊക്കെയാണ്, ഫോണ്ട്, മാർജിൻ, പ്രൊജക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ, ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോയതൊന്നും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല എന്നാണ് തോന്നുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചതിൽ ഞാൻ 2024 2023 3 ക്വസ്റ്റ്യൻ പേപ്പറോടൊപ്പം ഞാൻ നോക്കി. അതിനകത്തൊന്നും ഇത് ചോദിച്ച് കാണുന്നില്ല. ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എന്നാൽ കൂടെ അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. താങ്ക് യു.